എത്ര നാളായല്ലേ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ക്യാൻറ്റീൻ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാൻറ്റീൻ മാറുന്ന കാര്യമല്ല പറഞ്ഞത്. ഡെയിലി ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ട് ചായ പറ എന്ന് പറയാ. നിങ്ങൾ ആരെങ്കിലും ചായക്ക് പറ, ഞാൻ തന്നെ പറയണോ? ഇവനെന്നും ചായക്ക് പറല് എന്തോ? മനു ഒരു ചായ പറഞ്ഞേ. കയ്യിൽ 5 പൈസ അല്ലേ പോയി. നിങ്ങളുടെ വക ഒരു ചായ കുടിച്ചിട്ട് എത്ര നാളായി? ഡേയ് ചായ പറ. വാസണന്നല്ലേ? 3 ചായ 3 കടി. എന്താ ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് പോയാലോ? എൻ്റെ പൈസ ഇല്ല. ടിക്കറ്റ് എടുക്കാൻ എൻ്റെ പൈസ ഇല്ല. എൻ്റെ ഇല്ല. എടുക്കോ ടിക്കറ്റ് എടുക്കോ? ടിക്കറ്റ് അവിടെ പോയി ചോദിക്കണം. അതെ, അവിടെ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. നീ പൈസ കൊടുക്കുമോ? എൻ്റെ ഇല്ലല്ലോ പൈസ കൊടുക്കാൻ. ഒരു കാര്യം ചെയ്യ്, രവിയുടെ എടുക്കട, അതിന്റെ ക്രെഡിറ്റ് രവിയുടെ. കടന്ന് ഉപ്പ് കലക്കല്ലേ? ആര് ആര് കലക്കി? ക്ലാസ് പൈസ അടിപൊളി പറയുന്നത്. എല്ലാരും ഉണ്ടല്ലോ. എന്നാലും പ്രിൻസിപ്പൽ വിട്ടാ. പിരിഞ്ഞു പോകണം. ഏയ് അതൊന്നുമല്ല കാര്യം. പിന്നെ പ്രിൻസിപ്പലിന്റെ വിവാഹ വാർഷികോ 25 വർഷം. 25 വർഷമോ? ആ 25 വർഷം ഒരു ഭാര്യ സഹിക്കുക സമ്മതിക്കണോ? ഓരോ വർഷം ഭാര്യ മാറ്റിക്കൊണ്ടിരിക്കും. മമ്മൂക്കാന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കല്യാണം അയക്കും, അത് പോയി വരും. പിന്നെ കല്യാണം അയക്കും, അത് പോയി വരും. അങ്ങനെ ഒഴിയല്ലോ. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കുകയല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, വേറെ ജോലി ഉണ്ട്. എടാ ഇത് ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ഇല്ല, ഇത് തിരിച്ചുകൊണ്ടെന്നാലേ പ്രിൻസിപ്പൽ വിഷമാവും. പ്രിൻസിപ്പലിന് ഒരു വിഷമം തോന്നട്ടെ. കളിച്ചോ ഒരു ഇത് എവിടെ കഴിക്കാനാ? പിന്നെ അപ്പൊ ശരി. പിന്നെ വേറെ വലിയ പാർട്ടിയുണ്ട് വീട്ടില്, അങ്ങോട്ട് വന്നാൽ മതി. ഇഷ്ടം പോലെ ലഡു തിന്നാൻ കേട്ടോ. കഷ്ണം തന്നെ കൊണ്ടുവന്നാൽ ഒരു കഷ്ണം പോലും നോക്കില്ല. സാറിന്റെ വീട്ടില് പാർട്ടിയാ? പോയാലാ വിളിക്കാത്ത പരിപാടിക്ക് അങ്ങനെ പോണത്? ഓസിന് കിട്ടുന്ന ചാപ്പാടിന്റെ പ്രത്യേക ടേസ്റ്റാണ്. ആ എന്നാ പോലെ വേണമെങ്കിൽ ഞങ്ങൾ വരാട്ടോ. അവിടെ ഇരുന്നാ മതി. സാർ വിവാഹമംഗളാശംസകൾ. താങ്ക് യു. വൈകുന്നേരം വീട്ടിൽ പാർട്ടിയുണ്ട്. ഓ പറഞ്ഞു, അധികാരം വിളിച്ചിട്ടൊന്നുമില്ല, നിങ്ങളങ്ങനെ മാത്രമേ വിളിച്ചോളൂ. തീർച്ചയായിട്ടും പറഞ്ഞു. പിന്നെ നിങ്ങൾ വരണം, പാടണം, ഉഷാറാക്കണം. പല പാർട്ടിക്ക് എൻ്റെ ഒരു പുതിയ കവിത ഒന്ന് ചൊല്ലിയാലോ? നല്ലൊരു ഫംഗ്ഷനാണ്. കാരണഭോഗത്തിക്കൊണ്ടുള്ള കവിത ആണോ? എങ്കിൽ പാടട്ടല്ലേ? സാറ് ഞാൻ വേണമെങ്കിൽ മൂടിനോട് 2 വരി ഇപ്പം ചെല്ലാം. വേണ്ട, ഞാൻ ഇപ്പം തന്നെ കൈ വേണ്ട. ഈ വൈകിട്ട് ചെല്ലാം അല്ലേ? ശരി സാർ. ബൈ ബൈ. ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നതിനാൽ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ആവശ്യം. അപ്പോഴാണ് ജീവിതം ധന്യമാവുന്നത്. ഇയാൾക്ക് വട്ടാന്നേ. ഞാൻ കേട്ടങ്ങനെ ഇയാളുടെ അപ്പനും വട്ടാറുന്ന. എന്തെങ്കിലും ആട്ടെ, നമുക്ക് സാറിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇട്ടാ കാര്യമായിട്ട് വലിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ആണല്ലേ? അപ്പൊ ഒരു പണി, ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തരാം. ഇതിവിടെ ഇരിക്കട്ടെ, പലർക്കൊക്കെ മേടിക്കാനുണ്ട്. എന്നാ ഒരു 500. അത് മതി. പിന്നെ ഊണൊക്കെ ധാരാളം മതി. 500 ബാക്കി നിങ്ങൾ കിട്ടാൻ മതി. അപ്പൊ ഓക്കെ സാർ, ശരി എന്നാ വൈകിട്ട് കാണാം. ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിട്ട് അത് വഴി തരാം. ശരി സാർ, വൈകിട്ട് കാണാം. അത് ശരിക്കും അടുത്തില്ലേ ഈ കോളേജ് ലൈഫ്? വേറെ വേറെ പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടാ? കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തോണ്ടാ എത്ര വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുക? എടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇപ്പോൾ കാറ്ററിംഗ് സർവീസിന് പോകുന്നുണ്ട്. അത് നോക്കിയാലോ നമുക്കൊന്ന്? കൂടെ ജോലിക്ക് പോകാനാ? കൂടെ വിളമ്പി കൊടുക്കണം, ഫുഡൊക്കെ എടുത്തു കൊടുക്കും. പൈസ കിട്ടും? പൈസ കിട്ടും, ഫുഡ് കിട്ടും. അത് കൊള്ളാം. എടേ, അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, ഒരെണ്ണം സ്വന്തമായിട്ട് തുടങ്ങാം.
ആ തുടങ്ങണൊക്കെ അവിടെ കേട്ടോ, ആദ്യം പണി പഠിക്കണ്ടേ. ഉപ്പ് കൊടുക്കാറ് ചില്ലറ പരിപാടിയൊന്നും അല്ല. നിന്റെ വാപ്പച്ചിയുടെ ബന്ധത്തിലുള്ള ഒരു വേഷം ഉണ്ടല്ലോ, ഒരു കാക്ക. മൂപ്പര് ബോട്ടിൽ എടുത്താ. ആ പുള്ളി എടുത്ത് പറയാം, ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ. നോക്കാം നമുക്ക്. അവര് പണി തുടങ്ങി. എന്ത് പണി? എബിലി സംഘമൊക്കെ വൈകിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകും. നമ്മളെ കൂടാതെ? അല്ല, അതാ ബാബുലേ സാറിന്റെ നേതൃത്വത്തിലാണ് സംഗതി നടക്കാൻ പോകുന്നത്. ആഹാ, നമ്മളെ കൂടാതെ അങ്ങനെ വാങ്ങിക്കാൻ പോയാൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കണം, സാറിന് ഒരു സർപ്രൈസ്. അതന്നെ, വെറുതെ കൈ വെച്ച് പോകണം മോശമാണ്. ഫുഡ് കഴിച്ച് പോരാന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന പരിപാടിയാണ്. എൻ്റെ 50 രൂപ ഉണ്ട്. 30 രൂപ. അണ്ണൻ്റെ എത്രയുണ്ട്? 10. അപ്പൊ 90 രൂപയായി. 90 രൂപ എന്തിട്ടാണ്? നമുക്കൊരു കിലോ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടോ. അതിന് നമ്മൾ വയറ് കാണാൻ പോകില്ലല്ലോ. അത് ഇങ്ങനെ ഇവിടെ സംസാരിച്ചോണ്ടെന്ന് എങ്ങനെ? നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ ഫാൻസിലോട്ടൊന്ന് പോയാലോ? നിന്റെ വീട്ടിൽ പഴയ സാധനം എടുത്തോ, പൊഞ്ഞുകൊണ്ടായാലും മതി. ശരി, എൻ്റെ വീട്ടിലില്ല, ഇപ്പൊ എവിടെ ഉണ്ടായിരുന്നു? ആര്? നേരെ ഇങ്ങനെ കാണിക്കില്ല. പോയ തുടങ്ങാനല്ല എന്താ കിട്ടുക. അളിയ വലുത് തന്നെ വാങ്ങിക്കണേ. ഉള്ള പൈസ 90 രൂപയ്ക്ക് വലുത്. കിടന്നളിയാ. എന്താ വേണ്ടേ? ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിട്ടേ. കച്ചവടമൊന്നും ഇല്ല അണ്ണാ? സെലക്ഷൻ ഒന്നും ഇല്ല. ഇവിടെ ഉള്ള സെലക്ഷൻ ഇതെന്താ ഈ ബ്ലോക്ക്? 650 എന്തിനാ ക്ലോക്ക്? എന്തിനാ? അല്ല, വയസ്സാകാലത്ത് പുള്ളി സമയം നോക്കിയില്ല. ചെറുതാണ്. ഇതല്ലേ? ഇതെത്ര? 250. വേണ്ട വേണ്ട. പിന്നെ അണ്ണാ 90 രൂപയ്ക്ക് കിട്ടുന്ന പ്രേഷ്യസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് വല്ലതും ഉണ്ടോ? 90 രൂപയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. നല്ല പേശായിരിക്കണം. സാറിൻ്റെ അറിഞ്ഞാണത്തിൽ കെട്ടി കിടക്കാം. ഇതൊന്നും ഉണ്ടായാൽ ശരിയാവില്ല, വെറുതെ അവിടെ നാളെ കിടക്കും. പിന്നല്ലേ, സാർ അവിടെ വെച്ചാൽ അതിന് തുറന്നു നോക്കും. ആ പട പ്രശ്നമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന്? 90 രൂപ വെച്ചിട്ട് ഗിഫ്റ്റ് ഉണ്ടാകാൻ ഇതവിടെ വെച്ച് ആരും തുറന്നു നോക്കിയാലോ? കാണോ? അത് തന്നെ. ഇപ്പം എന്താ വാങ്ങിക്കണോ വാങ്ങിക്കണല്ലേ? അവിടെ വെച്ച് ആലോചിക്കാം. അത് ആലോചിക്കണം. അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തെ കടയിൽ കയറി വയ്ക്കാം. അപ്പുറത്തെ കട എന്തായാലും 90 രൂപയല്ലേ ഉള്ളൂ. ഇതായിരിക്കും. കാണാനില്ല. ഇതായിരിക്കണേ, ഇവിടെ വെച്ചിട്ടുണ്ട്. സാറിൻ്റെ ഈ പ്രായത്തിൽ ഇതുപോലൊരു ഗിഫ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? എടാ, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അതും വിളിക്കാതെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. അതിൻ്റെ നാട്ടുമര്യാദ. ഈ പാർട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാൻ നിൽക്കുകയാണ്. നീ മര്യാദ മണ്ണാങ്കട്ടെ എന്ന് പറയാതെ എന്ത് ചെയ്യാന്നാലും. അതെ, നമുക്ക് ബാബുലയൻ സാറിന് കണ്ടിട്ട് ഉള്ള കാശും കൊടുത്തിട്ട് പുള്ളിയുടെ കൂടെ കൂടാ. അത് വേണോ? അത് വേണം. പോയി നോക്കാം സാർ. ഇന്ന് എന്താണ് സാർ വൈകുന്നേരം പ്രോഗ്രാം? വൈകിട്ട് വീട്ടിൽ പോകും. അല്ല, ഞങ്ങള് ഒരു കാര്യം അറിഞ്ഞേ. ഇന്ന് പ്രിൻസിപ്പാളിൻ്റെ വീട്ടിൽ ഒരു വിവാഹ വാർഷികം. ഞങ്ങൾ പോകുന്നുണ്ട്. അല്ല, നമ്മൾ സാർ ഇത് 90 രൂപ എടുത്തിട്ട് ഒരു 10 രൂപ തിരിച്ചാണ് സാർ. ഗിഫ്റ്റ് വാങ്ങാൻ 100 രൂപ. എടാ, ഈ 150 രൂപയാണ് മൂക്കിപ്പൊടി കഴിക്കാൻ. സാർ ഇപ്പം മൂക്കുപൊടിയാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ മൂക്കിപ്പൊടിയല്ല ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊണ്ട് കൊടുക്കും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കുട്ടികളും. കാരണം അതിന് കുട്ടികളായില്ലല്ലോ, കല്യാണം പോലും കഴിച്ചില്ല. പിന്നെ തമാശക്കല്ലേ, ഞാനും ഇവിടുത്തെ പെൺകുട്ടികളായിട്ട് പോകും സാറിൻ്റെ ഭക്ഷണം. പിന്നെ നിന്നെ ഒന്നും കൊണ്ടുപോകാനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ തന്നെ ആ കുട്ടികൾ സമ്മതിക്കില്ല. അവരെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചാലോ? നിങ്ങൾ ചെല്ല്. എന്താ സമ്മതിക്കുമല്ലോ? എന്താ സമ്മതിക്കൂലേ? എന്തുകൊള്ള സാറേ, ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും സാറിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വയ്യ. എനിക്കൊരു വലിയ കാര്യമാണ്. കഷ്ടമാണ് സാറേ. എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു ഗൗരവം? നമുക്കിന്ന് പോണ്ടേ എവിടെ പാർട്ടിക്ക്? അതിന് നിങ്ങളെ വിളിച്ചില്ലല്ലോ, ഞങ്ങളല്ലേ വിളിച്ചത്. അല്ല, ബാബുലൻ സാർ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത്. സാരങ്ങൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെന്നില്ലെങ്കിൽ പ്രിൻസിപ്പാളിന് വിഷമമാവും. അതെ അതെ. അയ്യേ, ആര് പറഞ്ഞു പ്രിൻസിപ്പൽ വിഷമാവുന്നു? നിങ്ങളോട് സാറൊന്നും പറഞ്ഞു ഇല്ലല്ലോ. നിങ്ങളെ പ്രിൻസിപ്പൾ വിളിച്ചിട്ടില്ല, ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ വരുന്നത്? ആര് പറഞ്ഞു വിളിച്ചിട്ടില്ലെന്ന്? നിനക്കറിയാം ഞങ്ങളെ വിളിച്ചില്ലെന്ന്. നിന്നെയൊക്കെ വിളിച്ചിട്ടില്ല, പിന്നെ നീയൊക്കെ എന്തിനാ എഴുന്നള്ളിയത്? ആര് പറഞ്ഞു വിളിച്ചിട്ടില്ലെന്ന്? നീ അറിഞ്ഞ ഞങ്ങളെ വിളിച്ചിട്ടില്ലെന്ന്? ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ
5 പൈസ ആയില്ല പിന്നെ ഞാൻ വരുന്നത് ഇവിടെ സമാധാനപ്പെടാതെ ഇനി താരം ഒട്ടാൻ വരെ പോയേ റെഡി പോവാ ഇപ്പൊ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല പിടി 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 നമസ്കാരം നമസ്കാരം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അതെ കുട്ടികളെ മാഷേ ഒരു കവിത ചൊല്ലുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. പക്ഷെ ഒന്ന് സാറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കവിത അല്ലാതെ ഇല്ലെങ്കിൽ അവർ പച്ചവെള്ളം തരത്തില്ല. നാളെ കോളേജിലോട്ട് ഞാൻ കാണിച്ചു തരാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു താങ്ക് യു താങ്ക്സ്. വാവ് വാവ്. ഇത് ഞങ്ങളുടെ സാറ് മലയാള അധ്യാപകനാണ് ബാഹുലേയൻ. ഇതെന്റെ കുട്ടികളാ, കോളേജിലെ കുട്ടികളാ. പ്യൂൺ പ്യൂൺ. അവിടെ കൊണ്ടുപോയി. സാറേ സംഗീത ടീച്ചർ വന്നിട്ടില്ലേ? സംഗീത ടീച്ചറെ പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് ഫോൺ കോൾ വന്നു, ഇന്ന് കൂടെ പോയില്ലേ? അറിഞ്ഞില്ല സാർ. കവിത വേസ്റ്റായില്ല. അതെ, വന്ന കാലിൽ നിൽക്കാതെ ആവശ്യമുള്ളത് എന്താണെന്ന് ചേർത്ത് കഴിക്കാം. ഒരുപാട് ഐറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം പുഡിംഗ് എല്ലാം ഉണ്ട് കേട്ടോ, എടുത്ത് കഴിച്ചോളൂ. ബൊഫയാണ് ബൊഫയാണ് വരൂ സാർ. ബൊഫയാണ്. വരുമോ? കഴിച്ചോളൂ. വരും. ടീച്ചർ വരുന്ന കാര്യം ഇവിടെ കൊണ്ടുപോയി. നമസ്കാരം. ഇത് ഞങ്ങളുടെ കോളേജിലെ സാറാണ്. പ്രകൃതി സ്നേഹിയാണ്, ജന്തു സ്നേഹിയാണ്. കോളേജ് വല്ലപ്പോഴേക്കും വരാറുള്ളൂ. എന്നിരുന്നാലും ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി. പട്ടി കടിച്ച കുട്ടികളെ പട്ടി കടിച്ചപ്പോഴേ കുട്ടികളെ വയ്ക്കോട്ടെ, പട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജായിട്ട് രംഗത്തിറങ്ങിയ സാറാണ്. സാറേ ആഹാരം കഴിക്കുക. അതിന് മുമ്പ് എനിക്ക് സാറിനെ കുറിച്ച് 4 വർത്താനം പറയാതെ പോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അത് വേണം. പറഞ്ഞോളൂ. ബഹുമാന്യ പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ സ്നേഹനിധിയായ ഭാര്യ, സ്നേഹമുള്ള സദസ്, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ വൈവാഹിക ജീവിതം ഇത്രയും സ്വസ്ഥമായി സന്തോഷമായി മധുരവും കയ്പും ഒരുപോലെ ആസ്വദിച്ചു പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1000 നാവുകളാണ് പറയാൻ. എനിക്ക് അസൂയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇത്തരം ഒത്തൊരുമയുള്ളൊരു ദാമ്പത്യ ജീവിതം 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇടവരട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സാറ് നിൽക്കണ നിപ്പ് കണ്ട രണ്ടാളിയുടെ യുവ മിഥുനങ്ങളെ പോലെ ഉണ്ടല്ലോടാ. അതെ, ഞാൻ സാറിനും മാഡത്തിനും വേണ്ടി കോവിലിൽ പോയി പ്രത്യേക ദാമ്പത്തിക പൂജ ചെയ്തു. ഇതാ സർ പ്രസാദം. ഊതിക്കൊടു. ഓ നൈസ്. എന്ത് നല്ല കുട്ടികൾ. നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്നവരാണോ? നിങ്ങളുടെ കോളേജിൽ നല്ല കുട്ടികളുണ്ടല്ലേ? സാറ് ഞങ്ങളെയൊക്കെ മക്കളെ പോലെയാണ് കാണുന്നത് അല്ലേ സാർ? ആണോ? എന്നിട്ടെന്താ നിങ്ങളൊക്കെ വീട്ടിലോട്ട് വരാത്തത്? ഇനി എപ്പോ വേണമെങ്കിലും വരാലോ മാഡം. അമ്മമാർക്ക് പഠിക്കാൻ ഒരുപാട് ഉണ്ടല്ലേ? എന്നാലും ഞങ്ങൾ വരും സാർ. മക്കളെ ചെന്ന് ആഹാരം കഴിക്ക്. വാടാ, മാഡം പറഞ്ഞു കേട്ടില്ലേ? മാഡത്തിന് ഈ കളർ സാരിയേക്കാൾ പച്ചസാരി ആയിരുന്നു കൂടുതൽ നല്ലത്. ഓടാ അവിടുന്ന്, ഇതും ചേരുന്നുണ്ട്. സത്യം സത്യം. കഴിക്ക്, ചെല്ല്, തണുത്തു പോ. സാറിനേക്കാളും നല്ല സൂപ്പറായിട്ട് എന്ത് നല്ല കുട്ടികള്. നേരത്തെ കുറച്ച് പിള്ളേർ വന്നല്ലോ, അവരെന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നല്ല കുട്ടികൾ, നല്ല അച്ചടക്കം വിവരമുള്ളവര്. കുറച്ച് കൂടുതലാണ്. എനിക്കറിയാം. ആരെ വിളിച്ചത്? എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ വിളിച്ചു. എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ വിളിച്ചില്ല. വന്നേക്കാണ് കേട്ടാ. കാര്യം ചെയ്യും. അമ്മമാരെ വേളിൽ ഒരു കണ്ണ് വേണം. ഞാൻ നോക്കിക്കോളാം സാറേ. ഞാൻ നോക്കിക്കോളാം. പോട്ടെ. ആരും അറിയിക്കാതെ കയറി വന്ന ഫലമാണ്. കോളേജിലെ കാര്യങ്ങൾ. ഇതിവിടെ ചുവന്നുകൊണ്ടിരിക്കാതെ അവിടെ എവിടെയും കൊണ്ട് പോയി. ഇതേ എന്റെ കുഞ്ഞുങ്ങൾ തന്നതാ, ഞാൻ സൂക്ഷിച്ചു കൊണ്ടുവന്ന് വെക്കും. നമുക്ക് തരത്തില്ല. സാറേ ഞാനല്ല സാർ. കവിത എന്തൊരു ചൊല്ലണമെന്ന് പറഞ്ഞു. കവിത ഉണ്ട് സാർ. ചൊല്ലിക്കൂടെ? തീർച്ചയായിട്ടും. ഇവിടെ. Dear students, attention please. ഈ സുദിനത്തിൽ ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയ എല്ലാവരോടും എൻ്റെ പേരിലും എൻ്റെ പ്രിയതമയുടെ പേരിലും
ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തന്നെയുമല്ല ഞങ്ങളുടെ കോളേജിൻ്റെ അഭിമാനമായ മലയാള അധ്യാപകൻ ബാബുരയൻ സാറിൻ്റെ എൻ്റെ സുഹൃത്തു കൂടിയ അല്ലേ സുഹൃത്ത്? അതെ അതെ സുഹൃത്തെ. ബാബുരയൻ സാറിൻ്റെ എന്നെപ്പറ്റി എഴുതിയ ഒരു കവിത ഇവിടെ ചൊല്ലുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പ്ലീസ് പ്ലീസ്. താങ്ക് യു കേൾട്ടെ സാർ. മാഡം തുടങ്ങിക്കോ. ഓ സാറേ അതെ ചൊല്ലിക്കോട്ടെ. ജഡബദ്ധിതമാമീ ജീവിതത്തിൽ പൊൻപ്രഭയേകാൻ വന്നവൾ എൻ വർണ്ണ മനോഹരി. ആശ്രയിച്ചിടുവാൻ വന്നതല്ലവൾ, ആശ്രയം നൽകുവാൻ വന്നവൾ. സർവസ്വവും എനിക്കേകുവാൻ വന്നവൾ, സങ്കോചം അല്പവും ഇല്ലവൾക്ക്. പങ്കജം പോലെ മനോഹരിയായവൾ, താമര നൂൽ പോൽ മുടിയിഴയുള്ളവൾ. എൻ ജീവയാത്രയിൽ സഖിയാണിന്നവൾ, എൻ ജീവയാത്രയിൽ നിഴലാണിന്നവൾ. എന്താ സാറേ? താങ്ക് യു സാർ. താങ്ക് യു സാർ. എന്നെപ്പറ്റി ഞാൻ സാറേ ഇതൊരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ കവിത. അവിടെ സാറിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ വൃത്തം പോകും. പറഞ്ഞെന്നെ പറ്റി എഴുതുമെന്ന് പറയും. അല്ല ഞാനത് വേറെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തായാലും കവിത ഒന്നായില്ല സാർ. ടീച്ചർ വരുമല്ലേ? എവിടെ കിട്ടിയാലും അവസരങ്ങളൊന്നും വേണ്ടേ സാറേ കോളേജിലെ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇങ്ങനത്തെ ഫംഗ്ഷനിലെങ്കിലും ഇത്തിരി സൗകര്യം തന്നു. സാറേ നന്നായിട്ടുണ്ട്. രവി രവി അണ്ണ കോളേജിലിട്ടാ. പിന്നെ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? എട് സാധനം ഇട്. കലക്കി വെച്ചിരിക്കണമെന്ന് എനിക്കറിയാറില്ല. ആ തണ്ടിരിക്കുന്നു. ഒരു വെല്ലുമില്ല. ഇല്ല ഓ ഇല്ല 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 കിടന്ന് പിടയ്ക്കാതെ. അതാ ഞാനും നോക്കുന്നത്. എനിക്കാണ് 8 മണിക്ക് മുമ്പ് ഹോസ്റ്റലിലും എത്തണം. വാപ്പച്ചി വരൂന്ന് പറഞ്ഞു. വാപ്പച്ചി വരുന്നതിന് മുമ്പ് അവിടെ എത്തിയാ കൊള്ളാം. സൈറ ഞാൻ കൊണ്ടാക്കാം. എങ്ങനെ? ബൈക്കുണ്ട്. വേണ്ടട്ടാ, ഞാൻ നടന്നു പൊക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട. ഓ ശരി ആയിക്കോട്ടെ. ഹലോ ഹലോ ആ ടീച്ചറെ ഞാനാ ബാബുലയ മാഷ. ആ ടീച്ചറെ ഞാനിവിടെ ഫംഗ്ഷൻ വന്നിട്ടേ ഞാൻ കവിത ചൊല്ലി. ഭയങ്കര അപ്രിസിയേഷനാണ്. എല്ലാവരും വന്ന് എന്നെ അഭിനന്ദിച്ചു ടീച്ചറെ. പക്ഷേ ടീച്ചർ മാത്രം ഉണ്ടായില്ലല്ലോ. ഞാനേ ഒരു 2 വരി കവിത ടീച്ചർക്ക് കൊണ്ട് ചെല്ലട്ടെ. ജനബദ്ധിതമാം ജീവി ഹലോ ഹലോ ടീച്ചറേ ഹലോ ഹലോ കട്ട് കളഞ്ഞില്ല. അതിന് കൈകിന് വെച്ചെങ്കിൽ വല്ല ഉളുക്കുമെല്ലാം വീഴണം. ഞാനേ പെട്ടെന്ന് ഈ ഇവിടെ വന്നപ്പോൾ ഈ സിറ്റുവേഷനിൽ എനിക്കൊരു കവിത വന്നു. പുതിയൊരു കവിത. പുതിയതാ? ആ ഒരു പണക്കാരനായ പിച്ചക്കാരൻ്റെ കഥ. അപ്പോൾ ആ കവിത ഞാനെൻ്റെ കൂട്ടുകാരന് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കായിരുന്നു. ആ അത് ശരി. പണക്കാരനായ പിച്ചക്കാരൻ ഇയാൾ എന്നാ വെച്ച് തന്നെ എഴുതി. വേറെ നിറച്ച് വെട്ടിക്കയറ്റിട്ട് അവസാനം എനിക്ക് തന്നെ തന്നിട്ട് പോയി. കള്ള കടുവ. അങ്ങോട്ട് പാട്ടോളാം. ഞാൻ എപ്പോഴും പാട്ട് പാടും. നീ കൊണ്ട് കൂടെ വന്നാൽ മതി. ഒരു പാട്ട് പാടണം. അലമ്പൊന്നുമില്ല. ഞാൻ ഒരു പാട്ട് പാടുന്നു. ഞാൻ ഒരു അനൗൺസ് ചെയ്യണം. ഞാൻ അനൗൺസ് ചെയ്യാം. അണ്ണ അനൗൺസ് ചെയ്യാം. പിന്നെ എനിക്ക് എൻ്റെ നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ മുത്ത് ഞാൻ ഒരു പാട്ട് പാടി. എന്താ അണ്ണായത്? പിന്നെ ആദ്യം പാടാ. എല്ലിമുളങ്കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ.
തെന്നലേ അല്ലി മലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. സാർ അവിടെ ഉണ്ട്, സാർ അപ്പുറത്തുണ്ട്. സാറേ സാറേ ഒരു സെക്കൻഡ് സാറേ, ഒരു സെക്കൻഡ് സാറേ. കണ്ട നമ്മള് കഴിച്ച ഫുഡാണ്, നമ്മള് കഴിച്ച ഫുഡ് അവിടെ വെക്കടാ. ബ്രെഡ് അല്ല ആണ് സാറേ. കുറച്ച് കഴിച്ചിട്ടുണ്ട്. അല്ല സാറേ സാറേ ഒരു തമാശ പറയാണ്. ഇല്ല കുറച്ച് കഴിച്ചിട്ടില്ല. നമ്മള് അധ്യാപനാണ്, ഗുരുവാണ്, കഴിച്ചിട്ടുണ്ട്. സാറേ ഏതാണ്ട് ഇത് കണ്ടോ സാറേ? ഒരു പീസ് ഇല്ലായിരുന്നു. നമ്മള് അങ്ങനെ വെറുതെ വന്നതൊന്നും അല്ല കേട്ടോ. നിങ്ങള് ഡോണ്ട് ടച്ച്. ചുമ്മാ കാര്യം പറയട്ടോ. ഇവിടെ നമ്മള് വെറുതെ വന്നതില്ല. നീ ഗിഫ്റ്റ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അല്ലേ? നീ എടു. നമ്മള് ഹോസ്റ്റലിന് വന്നതൊന്നല്ലല്ലോ സാറേ. സാറേ സാറ് വിളിച്ചിരുന്ന ഒന്നും വേണ്ട സാറേ. ഇത് നമ്മുടെ മനസ്സാണ് കേട്ടോ സാറേ. ഇത് നമ്മുടെ മനസ്സാണ്. ആളെ പൊട്ടിയാണ് ആളെ. ഇത് നമ്മുടെ മനസ്സാണ് സാറ്. നമ്മള് ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോ മനസ്സാ സാധനം എവിടെ അളിയാ? ഇതില് ഗിഫ്റ്റ് എവിടെ അളിയാ? നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞ അളിയാ? ഒന്നുമില്ല. അതാണ് സാറേ ഞങ്ങളെ മനസ്സെന്ന് പറഞ്ഞത്. നിഷ്കളങ്കരാണ് സാറേ ഞങ്ങൾ. സാറേ ഇത് വേറെ ഒന്നുമല്ല സാറേ. സാറിന്റെ മനസ്സ് തങ്കപ്പെട്ട മനസ്സാണ്. നമ്മുടെ മനസ്സ് പോട്ടെ, സാറിന്റെ കണ്ടല്ല. സാറിന്റെ മനസ്സ് വളരെ തങ്കപ്പെട്ട നിഷ്കളങ്കം. സാറേ. സാറിന് സമ്മതിക്കണം. 25 വർഷം സാറ് ഈ ഭദ്രാളിയുടെ കൂടെ സാറ് നിന്നത് സാറിന് സമ്മതിക്കണം. ഭദ്രാളിയുടെ കൂടെ ഈ സ്ത്രീയുടെ കൂടെ സാറ് താമസിച്ച് സാറിന് സമ്മതിക്കണം. സാറേ